സംസ്ഥാനത്ത് നിന്ന് അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ മഴ കനക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് കളക്ടർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരും. അതുപോലെ കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ, കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ ഇവരും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ദീപക്കിലേക്ക്. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മണം. ഇന്ന് 7 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് എന്ന് മനസ്സിലാകുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ്? അതിൽ ചില വയനാട് പോലെ എനിക്കൊന്ന് കാസർഗോഡ് കോളേജുകൾക്ക് ഈ അവധി ബാധകമല്ല എന്നതിൽ ആദ്യം അറിയിപ്പ് വന്നിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് അവസ്ഥ എന്താണ്? കുട്ടികളൊക്കെ തന്നെ നമ്മളെ കാത്തിരിക്കുകയാണ് ഈ അവധി എവിടെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ, അതായത് കൊല്ലവും തിരുവനന്തപുരവും ഒഴിച്ചുള്ള 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിൽ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. ഓറഞ്ച് അലർട്ട് എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ്. അതായത് മലയോര മേഖല, മധ്യ കേരളം, അതുപോലെ തന്നെ വടക്കൻ കേരളം, ഈ നിലയിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇടിയും മിന്നലും ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. മറ്റൊന്ന്, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് കടലാക്രമണ സാധ്യത അതിരൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് ഈ കടലോരത്തിന്റെ കൃത്യമായ പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ക്യാമറാമാൻ പ്രവീൺ, ഒന്ന് നമ്മുടെ കടലിന്റെ സാഹചര്യത്തിലേക്ക് എസ് കെ എൻ നമുക്ക് പോകാം. പ്രേക്ഷകർക്ക് കടൽ ശാന്തമായി ഒഴുകേണ്ട കടൽ വളരെ പ്രക്ഷുബ്ധമായി തിരമാല ഉയർന്നു പൊങ്ങുന്ന കാഴ്ച കാണാം. മാത്രവുമല്ല, ഒരു മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളൊന്നും തന്നെ ഇന്ന് കടലോരത്തില്ല. അതായത് ഈ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ജാഗ്രത മത്സ്യത്തൊഴിലാളികൾ പാലിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന എസ് കെ എൻ. ഏതായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, തീരദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് യാതൊരു കാരണവശാലും പോകരുത് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. മലയോര പ്രദേശത്തും ചില നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ വരുന്നുണ്ട്, കാരണം മണ്ണിടിയൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തീരപ്രദേശം, മലയോര പ്രദേശത്ത് കനത്ത ജാഗ്രത അനിവാര്യമാണ് എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. ഇനി നമുക്ക് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. പറയൂ സജോ, കണ്ണൂരിലെ അവസ്ഥ എന്താണ്? മറ്റുള്ള സമീപ ജില്ലകളിലും കാര്യമായി മഴ കനക്കുന്നുണ്ടോ? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. കണ്ണൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ണൂരിൽ രാത്രിയും പുലർച്ചെയും ഇപ്പോഴുമൊക്കെ അതിശക്തമായ മഴ വിവിധയിടങ്ങളിൽ തുടരുന്നുണ്ട്. മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നുണ്ട്. കണ്ണൂർ നഗരമേഖലകളും വ്യത്യസ്തമല്ല. മലയോര മേഖലകൾ എടുക്കുകയാണെങ്കിൽ പേരാവൂരിൻ്റെ, ഇരിക്കൂറിൻ്റെയൊക്കെ മലയോര മേഖലകൾ, ആലക്കോടിൻ്റെ, തളിപ്പറമ്പിൻ്റെയും മലയോര മേഖലകളടക്കം അതിശക്തമായ മഴ രാത്രിയിൽ തുടർന്നിരുന്നു. മലയോര മേഖലയിൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശം വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചതാണ്. മണ്ണിടിച്ചിലിനുള്ള സാധ്യത, ഉരുൾപൊട്ടലിനുള്ള സാധ്യത, മലവെള്ളപ്പാച്ചിലുള്ള സാധ്യതയൊക്കെ മുന്നിൽ കാണണം. അതുകൊണ്ട് ആ മേഖലയിലുള്ളവർ കർശന ജാഗ്രത പാലിക്കണം. ആ ഇടങ്ങളിലുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക്, വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണം. പുഴകൾ ഒക്കെ മുറിച്ചു കടക്കുന്നതിൽ ജാഗ്രത പുലർത്തണം എന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിലും അതിശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ്. ഏറ്റവും പ്രധാനമായി തന്നെ കള്ളക്കടൽ പ്രതിഭാസം അടക്കമുള്ള സാധ്യത, ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യത, കാറ്റിൻ്റെ, അതായത് ശക്തമായ കാറ്റ് കൂടി തുടരുന്നുണ്ട്. അതും കൂടുതൽ വലിയ കടലാക്രമണ സാധ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കും. അങ്ങനെ മത്സ്യബന്ധനം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട്. കാരണം ചെറുവള്ളങ്ങൾ കടലിൽ പോകുന്നുണ്ട്. അതുകൂടി പൂർണ്ണമായി ഒഴിവാക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിലും കർശന ജാഗ്രതാ നിർദ്ദേശമാണ്. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, സമീപ ജില്ലകളിലൊക്കെ ശക്തമായ മഴ തന്നെ തുടരുന്നു, ലഭ്യമാകുന്നു എന്നത് തന്നെയാണ്. അത് ഇന്ന് റെഡ് അലേർട്ടാണ്, ഏറ്റവും കനത്ത ജാഗ്രതയാണ്. അതിൽ തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും മണ്ണിടിച്ചിൽ അടക്കമുള്ള, ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ അടക്കമുള്ള സംഭവങ്ങളാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ജില്ലയെ സംബന്ധിച്ച് അതീവ ജാഗ്രത വേണ്ട ദിവസമാണ്. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട്. പൊതുപരീക്ഷകൾ ഒഴികെ പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. പക്ഷേ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, അത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ, അങ്കണവാടികൾ ഉൾപ്പെടെ, ഒരു തരത്തിലും സ്വകാര്യ വിദ്യാഭ്യാസമോ ട്യൂഷനോ ഒന്നും പാടില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്താണ്. കാരണം മഴയുടെ കാര്യത്തിൽ സാധാരണഗതിയിൽ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ, മുന്നറിയിപ്പ് ഒക്കെ നൽകുമ്പോഴും ചിലപ്പോഴൊക്കെ അത് വേണ്ടത്ര ഗൗരവത്തോടു കൂടി ആളുകൾ എടുക്കാറില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ അടക്കം മഴയുടെ കണക്ക് പരിശോധിച്ചാൽ, ഇന്നലെ രാത്രി അടക്കം ലഭിച്ച മഴ കൂടി പരിശോധിച്ചാൽ ശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട് എന്നതാണ്
ആളുകളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ജാഗ്രത ഉണ്ടാകണം എന്ന് ജില്ലാ ഭരണകൂടം വീണ്ടും വീണ്ടും ആവർത്തിച്ച് അറിയിക്കുന്നുണ്ട്. അതേ സാഹചര്യം തന്നെയാണുള്ളത്. ശക്തമായ മഴ ജില്ലയുടെ എല്ലായിടങ്ങളിലും, മേഖലകൾ വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും ലഭ്യമാകുന്നുണ്ട്. SK. ഓക്കെ, താങ്ക് യു. സജു ദേവസിയാണ് നമുക്കൊപ്പം ചേർന്ന്. അതിനിടെ യൂട്യൂബിൽ അക്ഷര പാലക്കാട് ഇന്ന് രാത്രി മഴ വളരെ ഇന്ന് രാത്രിയിലെ മഴ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്. നമുക്ക് അങ്ങനെ ഒരു മുന്നറിയിപ്പൊന്നും വന്നിട്ടില്ല. എന്നാൽ ഈ മഴക്കാലത്ത് നമ്മൾ അങ്ങനെയുള്ള അത്യാഹിതങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ഹൈറേഞ്ചിലേക്കൊക്കെ ഉള്ള യാത്ര നമ്മൾ ശ്രദ്ധിക്കണം. മലയോര മേഖലകളിലേക്ക് ആവശ്യമില്ലെങ്കിൽ യാത്ര ചെയ്യാൻ പാടില്ല. ഇനി കാസർഗോട്ടേക്ക് അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നു. കാസർഗോഡും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതേസമയം അവിടുത്തെ കോളേജുകൾക്ക് അവധി പ്രഖ്യാപിച്ചാൽ അങ്കണവാടി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് അടഞ്ഞു കിടക്കും. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SK, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് കടപ്പുറത്താണ്. കടൽ വലിയ തോതിൽ പ്രക്ഷുബ്ധമാണ്. പക്ഷേ രാവിലെ ഒന്നും കാസർഗോഡ് ജില്ലയിൽ വലിയ തോതിലുള്ള ഒരു മഴയില്ല. ചെറിയ ചാറ്റൽ മഴ മാത്രമാണുള്ളത്. ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കൊന്നും മാറ്റമില്ലെന്നും നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഈ മലയോര മേഖലകളിൽ മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ശക്തമായ കാറ്റ് മലയോര മേഖലകളുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ മരം വീണ വൈദ്യുത പോസ്റ്റുകൾക്കൊക്കെ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഇന്നും നാളെയും 2 ദിവസം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലുള്ള ഹിൽ ടൂറിസം, അതുപോലെ തന്നെ ഈ ബീച്ചുകളിലേക്കൊന്നും ആളുകളോട് പോകരുതെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനും ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴ തുടരുകയാണ്. SK. ഓക്കെ, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. പല പ്രേക്ഷകരും പത്തനംതിട്ടയിലും ഇടുക്കിയിലൊക്കെ മഴയുണ്ടെന്ന് പറയുന്നുണ്ട്. അവധി താടി എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. പ്രേക്ഷകർ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഈ ജില്ലകളിൽ പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി അവധിയുടെ കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒരുപാട് കുട്ടികൾ ഈ 24 മോർണിംഗ് ഷോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവിടെ അറിവിലേക്കായിട്ട് ഞാൻ പറയുകയാണ്. സംസ്ഥാനത്തെ 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾക്കൊഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്കണവാടികൾക്ക് വരെ അവധിയുണ്ട്. അതേസമയം നേരത്തെ തീരുമാനിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്കും സർവകലാശാല പരീക്ഷകൾക്കും മാറ്റമില്ല. പരീക്ഷകൾ അതുപോലെ തന്നെ നടക്കും എന്നാണ് അറിയുന്നത്. മറ്റ് ജില്ലകളിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും മുൻകരുതലുകൾ എടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ മഴ കനക്കും എന്ന കാലാവസ്ഥ മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ജാഗ്രതകൾ ഇന്ന് കുട്ടികളും മാതാപിതാക്കളും സ്കൂൾ അധികൃതരും പാലിക്കണം.